ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് വളരെ പേടി തോന്നുന്ന ഒരു ഡ്രൈവിംഗ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണിത്. നിങ്ങൾ കണ്ടു നോക്കുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പേടിയില്ലാതെ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വഴി നിങ്ങൾ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ നോക്കിയേ വലിയൊരു കുളമാണ്. കോൺക്രീറ്റ് ചെയ്ത വീതി കുറഞ്ഞ ഈ ഒരു റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകേണ്ടത്. സിറ്റുവേഷൻ കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നും. വളരെ വീതി കുറഞ്ഞ റോഡാണ്, കണ്ടില്ലേ. ഒരു സൈഡ് മതിലുണ്ട്, മറ്റേ സൈഡ് ഇതാ ഈ കുളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകും? കൃത്യമായൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വഴികളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ റൈറ്റ് സൈഡ് ഒട്ടും സേഫ് അല്ല. അപ്പോൾ എന്തു ചെയ്യണം? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോവുക. റൈറ്റ് സൈഡ് കണ്ടില്ല നിങ്ങൾ, വളരെ ചെറിയ വീതി കുറഞ്ഞൊരു റോഡാകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. റൈറ്റ് സൈഡ് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, കണ്ടില്ലേ. ഇങ്ങനെ പോകണം. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. റൈറ്റ് സൈഡിൽ കുറച്ച് സ്പേസ് നിങ്ങൾക്കിവിടെ കാണാം. ഇത് കയറ്റവുമാണ്, അതേപോലെ തന്നെ വളവുമുണ്ട്, കണ്ടില്ലേ. ഇവിടെയൊക്കെ നല്ല ധൈര്യം വേണം വണ്ടി എടുത്ത് പോകാൻ. റൈറ്റ് സൈഡിൽ കുളം ഞാൻ പറഞ്ഞു, ഒരു കിണർ കൂടിയുണ്ട്, വലിയൊരു വളവുണ്ട്, ഇതൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇവിടെ ഒരു കിണറുണ്ട് റൈറ്റ് സൈഡിൽ. ഇവിടെ നല്ലൊരു വളവാണ്. ഈ വളവിലൂടെ ഓടിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധ വേണം. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. കിണർ നിങ്ങൾ കണ്ടില്ലേ. ഈ ഒരു വളവ് വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തു പോകാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ, കണ്ടില്ലേ. വീതി വളരെ കുറവാണ്. ഇനി ഇവിടെ നിന്നും മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് വീതിയാണ്. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഈ ഒരു പാലത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നോക്കിയാൽ നിങ്ങൾ ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇത് ഹൈവേയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്, മെയിൻ റോഡിലേക്ക് ജോയിൻ ചെയ്യും, കണ്ടില്ലേ. ഇവിടെ പിന്നെ വളരെ ശ്രദ്ധ വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കുഴിയിലേക്കായിരിക്കും വീഴുക. ചെറിയൊരു പാലം ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. മുൻപോട്ടേക്ക് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ജഡ്ജ്മെൻറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഇനി ഇതേ റോഡിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ പോകാം, കണ്ടില്ലേ. ഈ ഒരു റോഡിലേക്ക് ജോയിൻ ചെയ്യും. അത് വളരെ ഈസിയാണ്. നമുക്ക് ഇങ്ങനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ എടുത്ത് പോകാം. ഇവിടെ നിന്ന് ഇനി വണ്ടി തിരിച്ചിട്ട് ഇതേ വഴിയിലൂടെ താഴോട്ടേക്ക് പോകാനാണ് പോകുന്നത്. എങ്ങനെ? റിട്ടേൺ പോകാനാണ് പോകുന്നത്. അപ്പോഴും നല്ല ശ്രദ്ധ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് കഴിയും. ജഡ്ജ്മെൻറ്റ് കറക്റ്റാക്കി കഴിഞ്ഞാൽ പോകാം. ടയറിൻ്റെ പൊസിഷൻ കറക്റ്റായി മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുകയുള്ളൂ. വണ്ടി ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ കയറി മുന്നോട്ട് പോകുന്നു. വളരെ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. കൃത്യമായിട്ടും ടയർ സ്റ്റഡിയാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ സ്റ്റിയറിങ് കറക്റ്റാക്കിയിട്ട് വേണം മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, കണ്ടില്ലേ. ഫ്രണ്ട് മാത്രം നോക്കിയാൽ പോരാ, ബാക്ക് ടയർ കൂടെ നമ്മൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഏത് വഴിയാണ് വരുന്നതെന്ന്, കണ്ടില്ലേ. ഇങ്ങനെ മുൻപോട്ടേക്ക് പോകാം. ഇനി താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴും നല്ല ശ്രദ്ധ വേണം. കയറി വരുമ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വന്നത്, താഴോട്ടേക്ക് പോകുന്നതും ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് കേട്ടോ. അപ്പം നല്ല ഇറക്കമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ വളവുമുണ്ട്. അപ്പം ശ്രദ്ധ കൂടുതൽ വേണം. എതിരെ ഒരു വണ്ടി വന്നാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, സൈഡാക്കി നിർത്തേണ്ടി വരും, കണ്ടില്ലേ. ഹോൺ അടിച്ചിട്ട് പതിയെ റൈറ്റ് ചേർത്ത് പോകാൻ നോക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് സേഫ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് ചേർത്ത് പോകണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ, കണ്ടില്ലേ. റൈറ്റ് ചേർത്ത് പോകുന്നു. ആ ഒരു വളവിലേക്ക് എത്തി. ഇവിടെയും നല്ല ശ്രദ്ധ വേണം. കൃത്യമായിട്ട് ടയർ പോകുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഏത് വഴിയിലൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോകേണ്ടത്. താഴത്തേക്കുള്ള ഇറക്കം നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ നിന്നും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ചേർത്താണ് പോകുന്നത്. ലെഫ്റ്റ് കുറച്ച് സ്പേസ് ഉണ്ട്. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ സ്റ്റിയറിങ് കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നു. ലെഫ്റ്റ് വളരെ ഡേഞ്ചറാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ലെഫ്റ്റ് സൈഡ് കുളമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതേപോലെ വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. ടേണിങ് വരുന്ന സമയത്ത് നല്ലൊരു ശ്രദ്ധ വേണം. അവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് സ്പേസ് കുറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വളരെ കൺജസ്റ്റഡ് ആണ് ഇവിടെ എത്തുമ്പോൾ, കണ്ടില്ലേ? വളരെ പതിയെ വണ്ടി എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ, കണ്ടില്ലേ? ഇതാ നോക്കി കറക്റ്റായിട്ട് എടുക്കുന്നു. മുൻപോട്ടുള്ള വഴി നോക്കുക. റൈറ്റ് സൈഡ് മതിലാണ്, ലെഫ്റ്റ് സൈഡ് കുളമുണ്ട്. അപ്പം ഇവിടെ റൈറ്റ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് ചെറിയൊരു വളവുണ്ട്, അപ്പോൾ ആ വളവൊക്കെ നോക്കി എടുക്കണം. ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് റോഡിലൂടെയും വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ജഡ്ജ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ പഠിച്ച ഒരാളാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, കണ്ടില്ലേ? ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏത് റോഡിലൂടെയും ഇതേപോലെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. എന്തായാലും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ വണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, കണ്ടില്ലേ? ഇനി ഇതാ കാർ പോർച്ചിലേക്ക് കയറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഫസ്റ്റ് ഗിയറിൽ തന്നെ പതിയെ മുമ്പിലേക്ക് കയറ്റുന്നു, കണ്ടില്ലേ? മുൻപോട്ടേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.